ഞങ്ങൾ നീണ്ട 1 മണിക്കൂർ ട്രൈ ചെയ്യുന്നെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റില്ല. നോക്ക് ഗൈസ്, നല്ല ഒന്നാം തരം മട്ടൻ ഗ്രിൽഡ് ഇതാ റെഡി ആയിരിക്കുകയാണ്. ഗൈസ് നിങ്ങൾ നോക്ക് ഗൈസ്, മഞ്ഞ് വരുന്നത് തീ കത്തിയ പോലെ. ഹലോ ഗൈസ്, വെൽക്കം ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ശരത്തിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ജബൽ ജയ്സിലേക്കാണ്. ജബൽ ജയ്സിലേക്ക് പോവാണ്. ജബൽ ജയ്സിൽ ഞങ്ങൾ നൈറ്റ് ടെൻ്റ് അടിക്കാനായിട്ട് പോവാണ്. എൻ്റെ കൂടെ ഷാഹിദ് ഉണ്ട്, അതുപോലെ നമ്മുടെ റമീസ് ജി ഉണ്ട്, ഷഹബാസ് ഭായി ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നൈറ്റ് ഒന്ന് കളറാക്കാൻ വേണ്ടി നമ്മൾ ജബൽ ജയ്സിലേക്ക് നൈറ്റ് ഒരു ടെൻ്റൊക്കെ അടിച്ച് നൈറ്റ് വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി പോവാണ്. ഈ ജബൽ ജയ്സ് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ദുബായിലെ കുറച്ച് ഔട്ടറായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ ഇവിടുത്തെ സീസൺ ടൈമിന് തണുപ്പ് കാലത്ത് ഏകദേശം -ഡിഗ്രിയോളം വരുന്ന ഒരു സ്ഥലം കൂടിയാണത്. നമുക്ക് ടെൻ്റൊക്കെ അടിക്കാനായിട്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഗൈസ്, സത്യം പറഞ്ഞാൽ ദുബായിലൂടെയുള്ള ഒരു യാത്ര ഉണ്ടല്ലോ, നമ്മൾക്കൊരിക്കലും മടുക്കില്ല. ഒരുപാട് തവണ ഈ കാഴ്ചകൾ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും ഓരോ തവണ പോകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പുതുമ തരുന്ന എന്തോ ഒരു മാജിക് ഉണ്ട് കേട്ടോ ഈ ദുബായിക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൂടെ പോകുന്ന കാഴ്ചകളോ പച്ചപ്പുകളോ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഇവിടെ ഈ ദുബായിലൂടെ പോകുമ്പോൾ നമുക്കെന്തോ മറ്റൊരു ഫീലിംഗ് ആണ്, എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും ദുബായിലെ കാഴ്ചകളൊക്കെ വീണ്ടും വീണ്ടും കാണാൻ. ഒരിക്കലും ഒരു മടുപ്പ് നമുക്ക് വരില്ല. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, ദുബായിൽ നിന്നും ജബൽ ജയ്സിലെ മലനിരകളിലേക്ക് ഏകദേശം 3-4 മണിക്കൂറുണ്ട് കേട്ടോ യാത്ര. കാരണം അത്രത്തോളം UAEയുടെ ഔട്ടറായി കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ജബൽ ജയ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം സിറ്റിയിൽ നിന്നും പുറത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, നിറയെ മരുഭൂമിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് പച്ചപ്പുകളൊക്കെ കാണാൻ സാധിക്കും, പക്ഷേ കൂടുതലും മരുഭൂമിയായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ സൂര്യാസ്തമയത്തിൻ്റെ ആ വ്യൂ കൂടെ ആയത് കാരണം നമുക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ആ ആകാശമൊക്കെ അങ്ങനെ ഒരു കളർ ടോണിലോട്ട് മാറി, അതുപോലെ ഈ മരുഭൂമിയിലെ ആ ഒരു സൂര്യൻ്റെ ആ ലൈറ്റൊക്കെ റിഫ്ലക്റ്റായി നല്ല രസമുണ്ട് കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് ഈ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ പോകാനായിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഏകദേശം ദുബായിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 2-2.5 മണിക്കൂർ ജേർണി ആവശ്യമായിട്ട് വരും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞപ്പം
നമ്മൾ റാസൽ കൈമയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടാണ്. ഇവിടെ വന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇനി പോവുള്ളൂ. നമ്മൾ ഏത് കാട്ടുമുക്കി പോയാലും ഈ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെ പോയാലും ഒരു മലയാളിയുടെ റെസ്റ്റോറൻറ്റ് ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ടൂറൊക്കെ പോവാം. അങ്ങനെ ഇവിടെ നമ്മൾ മലയാളിയുടെ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ച് നമ്മളിവിടെ കയറി ഫുഡൊക്കെ മൃഷ്ടാനം വെട്ടി വിഴുങ്ങിയ ശേഷം ഞങ്ങളിതാ വീണ്ടും തിരിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂറോടുകൂടി യാത്ര ചെയ്യേണ്ടതുണ്ട്. വീണ്ടും കാറിൽ കയറി യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് ഗൈസ്. ജബൽ ജെയ്സ് മലനിരകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഗൈസ് ഒരു 7 മണി 7:30 ആയിട്ടുണ്ട്. റോഡിൽ അധികം വണ്ടികളൊന്നുമില്ല. കാരണം ഈ റോഡ് പോകുന്ന ജബൽ ജെയ്സിലോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ടെൻ്റ് അടിക്കാൻ വരുന്നവരും വിസിറ്റ് ചെയ്യാൻ വരുന്നവരൊക്കെ മാത്രമേ ഈ റോഡിൽ അധികം പോകാറുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഫ്രീ ആയിട്ടുള്ള റോഡാണ്. നല്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഗൈസ്, നിങ്ങൾ ആ മലമുകളിലായി ചെറിയ ഒരു റൗണ്ടിൽ ചെറിയ വെളിച്ചം കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ആ വെളിച്ചം കാണുന്നത് അവിടെ ടെൻ്റ് അടിച്ച് നിൽക്കുന്ന ആൾക്കാരുടെയാണ് കേട്ടോ. അത്രത്തോളം ഹൈറ്റിലേക്ക് വേണം നമുക്ക് വണ്ടി ഓടിച്ചെത്താനായിട്ട്. ഈ ജബൽ ജെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ തണുപ്പ് കാലത്ത് -डिग्री, ഈ കൊല്ലം ഏകദേശം -3, -2 ഒക്കെ ഡിഗ്രി തണുപ്പ് വന്നിരുന്നു. അതുപോലെ നല്ല മഞ്ഞുവീഴ്ച ഉണ്ടാവും ഗൈസ്. അങ്ങനെ നമ്മൾ ഈ മലനിരകളിലേക്കുള്ള ആ എൻട്രിയിൽ എത്തിയിരിക്കുകയാണ്. ഈ റോഡ് കുറച്ച് റിസ്ക്കാണ്. പക്ഷേ നമ്മൾ ഈ വയനാട്ടിലോടൊക്കെ യാത്ര ചെയ്ത് കാരണം നമുക്ക് അത്ര ഫീൽ വരില്ല. പക്ഷേ എങ്കിൽ അത്യാവശ്യം റിസ്ക്കാണ്. കാരണം ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പം സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ വളരെ കുറവാണ്, ഒന്നുമില്ല, നല്ല ഇരുട്ടാണ്. അതുപോലെ ഈ റോഡ് ഈ മലനിരകൾക്കിടയിലൂടെ പണിതത് കാരണം അത്യാവശ്യം വളരെ നല്ല വളവുകളും ഒക്കെ ഉണ്ട്. 2 സൈഡിലും അത്യാവശ്യം വലിയ രീതിയിലുള്ള താഴ്ചയിലുള്ള കൊക്കകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വണ്ടി വളരെ സൂക്ഷിച്ച് ഇവിടെ ഓടിക്കേണ്ടതുണ്ട്. ഒരുപാട് അപകടങ്ങളൊക്കെ ഇവിടെ പറ്റാറുണ്ട്. നമ്മളതുപോലെ അത്ര കെയർ ആയിട്ട് വണ്ടി ഓടിക്കണം. ഇല്ലെങ്കിൽ വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത് ഗൈസ്. നിങ്ങളിത് കണ്ടോ, ഇതൊക്കെ ഇവിടുത്തെ നമ്മുടെ കഫറ്റീരിയകളൊക്കെയാണ്. നമുക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാൻ, ചായ കുടിക്കാൻ 24 hours വർക്കിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ കണ്ടോ, ഈ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ ടെൻ്റ് അടിച്ചിട്ട് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിൽ, മലയുടെ ടോപ്പിൽ പോയിട്ടാണ് ടെൻ്റ് അടിക്കേണ്ടത്. ഇവിടെയും ആൾക്കാർ ടെൻ്റ് അടിച്ച് നിൽക്കുന്നുണ്ട്. ശരിക്കുള്ള വൈബ് കിട്ടുന്ന മലയുടെ ടോപ്പിൽ പോയി ടെൻ്റ് അടിച്ചാലാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഗൈസ്. ഈ റോഡിലൂടെ പോകുമ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കഷ്ടപ്പാടില്ല നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട്. വണ്ടിയിലിരിക്കുമ്പോൾ ബുദ്ധിമുട്ടും തോന്നില്ല. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഈ പിൻ പോയിൻ്റ് വഴി വയനാട്ടിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം വണ്ടി ഓടിക്കണേ കുറച്ച് റിസ്ക്കാണ്. കാരണം ഇതുപോലെയുള്ള മലകളിലേക്കുള്ള റോഡുകൾ അത്യാവശ്യം കയറ്റമുള്ള റോഡുകളായിരിക്കും. പക്ഷേ ഇവരിവിടെ കയറ്റം മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ടാണ് ഈ റോഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം നല്ലൊരു ഭാഗവും നല്ല നിരപ്പുള്ള രീതിയിലാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു ഭയങ്കര സംഭവമായിട്ടാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. കാരണം ഇത്രത്തോളം മലയുടെ ടോപ്പിലോട്ട് പോകുമ്പോൾ ഇവർ അധികം കയറ്റം ഫീൽ ചെയ്യാതെ ആ റോഡ് ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് ഇതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ പണിതിരിക്കുന്നത്. കാരണം റോഡ് പണിയാൻ തന്നെ ഇവിടെ വളരെ കഷ്ടമാണ്. കാരണം വെറും ഒരു മലയാണ്, ഇവിടെ പാറകൾ മാത്രം അടങ്ങിയ ഒരു മലയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വെട്ടിപ്പൊളിച്ച് വേണം റോഡ് പണിയാൻ. ഇത്രത്തോളം കാലം ഈ റോഡ് പണിയാൻ എടുത്തെന്ന് പോലും ഒരു ഐഡിയ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളീ പോകുന്ന വഴി ഈ മലനിരകളെക്കുറിച്ചോ ഈ സ്ഥലങ്ങളെ പറ്റിയുള്ള ഒരു ജിയോഗ്രാഫിയെക്കുറിച്ചോ ഒരു ഐഡിയ ഇല്ല. കാരണം ഫുൾ ഇരുട്ടാണ്. നമുക്ക് നേരം വെളുത്താൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ആ സ്ഥലത്തിൻ്റെ ഒരു ഏകദേശം രൂപം, ഒരു ഐഡിയ കിട്ടുള്ളൂ. അതും ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. നമ്മൾ പോയിട്ട് രാവിലെ കാണുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടുന്ന ഒരു സ്ഥലം കൂടിയാണിത്. കാരണം നമുക്കിപ്പം രാത്രി വന്ന കാരണം ഞങ്ങൾക്കും ഒരു ഐഡിയ ഇല്ല. നമ്മൾ വീഡിയോയിലൊക്കെ കണ്ട മുന്നേ ഉള്ളൊരു ഐഡിയ ഉള്ളൂ, വേറെ അല്ലാണ്ട് ഒരു ഐഡിയ ഇല്ല. നമ്മൾ എവിടെ പോയാൽ ടെൻ്റ് അടിക്കുന്നതെന്ന് പോലും വലിയൊരു ഐഡിയ ഇല്ലാണ്ടാണ് പോകുന്നത്. പക്ഷേ പോകുന്ന വഴിക്കൊക്കെ എല്ലാവരും ടെൻ്റ് അടിച്ച് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മളിതാ ഒടുവിൽ യാത്ര ചെയ്ത് നമ്മൾ ജബൽ ജെയ്സ് മലനിരയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇവിടെയാണ് നമ്മൾ വന്നിറങ്ങിയിരിക്കുന്നത്. ഇവിടെ വേണം നമുക്ക് ടെൻ്റ് അടിക്കാനായിട്ട്. ഇനി മേലേക്ക് സ്ഥലമില്ല, കാരണം ഇത്രത്തോളം കൊണ്ട് റോഡ് ഇവിടെ ബ്ലോക്ക് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടാണ്. നമ്മൾ ഈ കുന്നിൻ്റെ, അതായത് ഈ മലയുടെ പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ എല്ലാവരും ടെൻ്റ് അടിച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ അത്രത്തോളം വലിയ ഹൈറ്റിലാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, കാരണം ഇതിപ്പോൾ രാത്രി ആയതാണ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. കാരണം അത്രത്തോളം ഹൈറ്റിലാണ്. രാവിലെ ആയി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചം വന്നു കഴിയുമ്പോൾ ഞാനിവിടുത്തെ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. അസാധ്യ വ്യൂ, കാരണം അത്രത്തോളം ഹൈറ്റിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള സ്പോട്ടൊക്കെ കണ്ടെത്തി. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ ഗൈസ്.
അതായത് ഇവിടെ ഒരാഴ്ച മുന്നേ ഇവിടെ -4 ആയിരുന്നു തണുപ്പ് വന്നത്. ഇപ്പോഴും ഭയങ്കര തണുപ്പാണ്, ഇവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ടെൻ്റ് അടിച്ച് കിടക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എങ്കിലും നമ്മൾ ഇവിടെ ആ ഒരു സംഭവം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളിവിടെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കുവാണ്. നീണ്ട 1 മണിക്കൂർ ട്രൈ ചെയ്യുന്നെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റില്ല. കാരണം ടെൻ്റ് എങ്ങനെ അടിക്കേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. വേറെ വഴിയില്ലാത്തത് കാരണം ഞങ്ങൾ വീണ്ടും യൂട്യൂബൊക്കെ നോക്കിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, അന്യായ തണുപ്പുമാണ്. ടെൻ്റ് അടിക്കുമ്പോൾ എറിഞ്ഞു വീഴും. ടെൻ്റ് പകുതി പോലും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ 1 മണിക്കൂറായി ട്രൈ ചെയ്യുന്നു. വീണ്ടും നമ്മൾ ട്രൈ ചെയ്യണം ടെൻ്റ് അടിക്കാനായിട്ട്. കാരണം കുറച്ച് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ ടെൻ്റാണ്. ഞങ്ങളിത് ഇന്ന് നേരം വെളുക്കുന്നതിന് മുന്നേ ഇത് അടിച്ചിട്ട് ഇതിനകത്തൊന്ന് കിടക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ ഈ 4 കിലോമീറ്റർ വന്നത്. 3-4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തി അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഗെയ്സ് നമ്മൾ നീണ്ട 1.5 മണിക്കൂറത്തെ പരിശ്രമത്തിനുള്ളിൽ ടെൻറ്റ് സക്സസ്ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ടെൻറ്റിന് തൊട്ട് മുന്നിലുണ്ടല്ലോ ഗെയ്സ്, 2-3 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച വലിയ കൊക്കയാണ്, വലിയ ആഴത്തിലുള്ള കൊക്ക. കാരണം ഈ പിൻ പോയിൻ്റ് റോഡ് വഴി നമ്മൾ വരുന്നത് ഇങ്ങനെ കറങ്ങി വന്ന് ഇവിടെ എത്തുകയാണ്. അപ്പം ഈ ടെൻറ്റ് അടിക്കുന്നത് ഇവിടെയാണ്. ഇവിടുന്ന് ഒരു 3-4 സ്റ്റെപ്പ് ഈ ടെൻറ്റിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പൊടി പോലും കിട്ടില്ല, അങ്ങ് താഴെ എത്തും. ഗെയ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു, താഴേന്ന് വണ്ടികളൊക്കെ വരുന്നുണ്ടോ, ഇങ്ങനെ പിൻ പോയിന്റിൽ ഇങ്ങനെ വളഞ്ഞ് വരുവാണ്. നമ്മൾ ഈ വയനാട് ചുരമൊക്കെ കയറുന്ന പോലെ, കാരണം അത്രത്തോളം ഹൈറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ വീണ്ടും തോൽവി. എന്തെന്ന് വെച്ചാൽ മഴ പെയ്യാൻ തുടങ്ങി. ടെൻറ്റ് 2 മണിക്കൂറത്തെ കഷ്ടപ്പെട്ട് ടെൻറ്റ് പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി. നേരെ നമ്മൾ ചാർക്കോളൊക്കെ റെഡിയാക്കിയായിരുന്നു. നേരെ വീണ്ടും കാറിൽ കയറിയിരിക്കുകയാണ്. ആകെപ്പെട്ട് വട്ടത്തിൽ തേഞ്ഞ അവസ്ഥയിലാണ് ഗെയ്സ്. അങ്ങനെ ഒരു 1/2 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും മഴ പെയ്തില്ല. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ പ്ലാൻ മൊത്തം തേഞ്ഞ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവാണ് ഗെയ്സ്. നമ്മൾ കുറച്ച് മട്ടനൊക്കെ കൊണ്ടുവന്നിരുന്നു. നല്ല മട്ടൻ ഗ്രിൽഡ് ചെയ്യാനായിട്ട് പോവാം. സകല സെറ്റപ്പും കൊണ്ടാണ് ഗെയ്സ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഗെയ്സ് നമ്മൾ ചാർക്കോളൊക്കെ ഇട്ട് പതിയെ നമ്മൾ മട്ടൻ ഗ്രിൽഡ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഗൈസ് നോക്ക് ഗൈസ്, നല്ല 1-ാം തരം മട്ടൻ ഗ്രിൽഡ് ഇതാ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ രമീസ് ഭായ് ഉണ്ട് ഇവിടെ, ഷാഹിദ് ഉണ്ട്. ഞങ്ങളിതാ ചില്ലാക്കി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാ നല്ല മട്ടൻ വിത്ത് മലനിരകൾ. അപ്പോൾ നമ്മൾ മട്ടൻ മാത്രമല്ല, നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കുബൂസ് ഉണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം സെറ്റായ ശേഷം നേരെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻറ്റിലേക്കാണ്. ടെൻറ്റിൽ പോയാണ് ഇത് കഴിക്കാൻ പോകുന്നത് ഗൈസ്. നല്ല ആൽക്കഹോളിക് വെതറാണ് ഗൈസ്, ആൽക്കഹോളിക് വെതർ ഗൈസ്. നമ്മളിതാ ഫുഡ് ഗ്രിൽഡൊക്കെ റെഡിയാക്കിയിട്ട് കഴിക്കാനായിട്ട് ടെൻറ്റിനകത്ത് കയറിയിരിക്കുകയാണ്. ഇതാ സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. ഗ്രിൽഡ് അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് സെറ്റപ്പായിട്ട് അടിക്കാനായിട്ട് കഴിക്കാൻ പോവാണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഗൈസ്, രാവിലെ ആകണം, മോർണിംഗിൽ ലൈറ്റ് വന്ന് കഴിഞ്ഞാൽ അറിയാം ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി, ഈ സ്ഥലം എങ്ങനെയാണെന്നുള്ളതൊക്കെ. അതൊക്കെ ഓർത്ത് നമ്മളിപ്പോഴേ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ വന്നപ്പോൾ നൈറ്റായിരുന്നല്ലോ, ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു ഗൈസ്. ഇപ്പോൾ രാത്രിയിൽ ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ വളരെ സഡനായിട്ടാണ് കേട്ടോ. നിങ്ങളിത് കണ്ടോ, ഇങ്ങനെ മഞ്ഞ് ഇറങ്ങി വരുന്നത് കണ്ടോ. നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ ഈ തീ കൂട്ടിയിട്ട് പുക കത്തിക്കുന്ന പോലെ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓപ്പോസിറ്റുള്ളതൊന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല ഗൈസ്. കാരണം അതുപോലെ ക്ലൗഡ് ഇതാ
ഇവിടെ വന്നിട്ട് ഫില്ല് ചെയ്യുകയാണ്. ഒരു അസാധ്യ കാഴ്ചയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കെട്ടിടങ്ങൾക്കൊക്കെ തീ പിടിച്ച് വല്ല കാടിന് തീ പിടിച്ച് പുക വരുന്ന പോലാണ് നിന്ന നിൽപ്പിൽ സംഭവം ഇത് വരുന്നത്. ഇത് ഞെട്ടിയില്ലേ സംഭവം? ഞാൻ എല്ലാ മാസം 10 വട്ടം ബ്രാസിലേക്ക് വരാറുണ്ട്. എപ്പോഴും കാണാറുണ്ട്. ആ 10 എന്താക്കാം ഗൈസ്, നിങ്ങൾ നോക്ക് ഗൈസ്, മഞ്ഞ് വരുന്നത് തീ കത്തിയ പോലെ. ശരിക്കും പറഞ്ഞാൽ തീ കത്തി പുക വരുന്ന പോലെ. രാവിലെ ആകുമ്പോഴത്തേക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല ഗൈസ്, ഒരു രക്ഷ ഉണ്ടാവില്ല. അങ്ങനെ ഗൈസ്, നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ഉറങ്ങാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 1:30-2 മണി രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് എണീറ്റ് നമുക്ക് സൂര്യോദയം കാണാം. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ രാവിലത്തെ മോർണിംഗ് വൈബിലെ കാഴ്ചകളൊക്കെ കാണാം ഗൈസ്.